അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും സലാസ്. നിങ്ങളുടെ ദുനിയാവിൽ നിന്നും എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത്വീബു, സുഗന്ധമാണ്. സുഗന്ധം വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും സുഗന്ധവുമായിട്ട് ഇടപെടുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത് അന്നിസാഉ, ഭാര്യമാരാണ്. അവരെ സന്തോഷിപ്പിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, അത് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊക്കെയാണെങ്കിലും മൂന്നാമത്തെ കാര്യം ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എൻ്റെ കണ്ണിൻ്റെ കുളിർമ, എനിക്ക് വലിയ മനസ്സിന് സന്തോഷവും ആനന്ദവും നൽകുന്നത് എനിക്ക് നിസ്കാരത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹിബ്ബു സലാസ, നബിയെ എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കല, വൻ നദുറു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കല, വഇൻഫാഖു മാലി അലൈക, അങ്ങയുടെ വിഷയത്തിൽ, അങ്ങയുടെ കാര്യത്തിൽ എൻ്റെ ധനം ചെലവഴിക്കല. ഈ മൂന്ന് കാര്യവും എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ പ്രിയമാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. ബഹുമാനികളെ, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാമതാക്കുന്നതും ഇക്കാര്യം തന്നെയാണ്. സ്വഹാബികൾക്കിടയിൽ നാം ഒന്നാം സ്ഥാനം നൽകി ആദരിക്കുന്നത് ആർക്കാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അവിടുത്തെ ഇൽമിന്റെ പവർ കൊണ്ടല്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ ഇൽമുള്ള, അറിവുള്ള, ഹദീസിൽ പാണ്ഡിത്യമുള്ള ഒരുപാട് സഹാബത്ത് ജീവിച്ചിരുന്നു അക്കാലഘട്ടത്തിൽ തന്നെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ അമല് ചെയ്യുന്നവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നാം സ്ഥാനം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അതെന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം, എല്ലാ രീതിയിലുമുള്ള സ്നേഹപ്രകടനം, ഇത്തിബാഇൽ മാത്രമല്ല, എല്ലാ നിലയിലും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സംസാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ചേർന്നിരുന്നു എന്നുള്ളതാണ്. ഇതാണ് നാം പഠിക്കേണ്ടതും. ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് ഹബീബായ തങ്ങളോട് ചേർന്നിരിക്കണം, നമ്മുടെ സംസാരം ഹബീബായ തങ്ങളോട് ചേർന്നിരിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്നതാകണം. എല്ലാ നിലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്കുള്ളത് എങ്കിൽ വിജയിക്കാൻ നമുക്ക് കഴിയും. അവിടെ എവിടെയെങ്കിലും നമ്മുടെ സംസാരം കൊണ്ടോ സമീപനം കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മിൽ നിന്നുണ്ടായാൽ അത് ഗുരുതരമായ പ്രശ്നമായിട്ട് നമുക്ക് ഭവിക്കും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി